ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിഷനിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ അമൽ ബാബു. ഇന്ന് നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെ ക്രിസ്മസ് ആണ്. ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ നാളെ ക്രിസ്മസ് ആണ്. പക്ഷേ നമുക്ക് എങ്ങും ഈ ക്രിസ്മസ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് പോകാനോ അങ്ങനെയൊന്നും ഈ പ്രാവശ്യം പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്രിസ്മസ് ആഘോഷങ്ങൾ പല പല വർഷങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറേ വീഡിയോസ്, പല വീഡിയോകൾക്കും വലിയ സ്റ്റെബിലൈസേഷനോ വലിയ ക്ലാരിറ്റിയോ ഒന്നും ഇല്ല. ഒരു 3 വർഷം എന്ന് വെച്ചാൽ അത്രയും പഴക്കമുള്ള ഫോണൊക്കെ ആയിരുന്നു. അന്നത്തെ രീതിയിലുള്ള ഫോണൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നത്. അതൊക്കെ കുറേ കോർത്തിണക്കി ഒരു ചെറിയൊരു വീഡിയോ. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷമൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെ ആഘോഷിക്കാം. ആ സമയത്ത് എൻ്റെ ഈ പറയുന്ന വീഡിയോസും കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിനെ ഉണ്ടാക്കി വെച്ചൊരു വൈനാണിത്, പൈനാപ്പിൾ വൈൻ. ഞാനല്ല ഉണ്ടാക്കി, എൻ്റെ അനിയനാണ്. പിന്നെ അവൻ വന്നിട്ട് പ്രശ്നമാകും. ഇത് വൈനാണ്. ഇതൊക്കെ പൊട്ടിച്ചിട്ടില്ല. അന്ന് കുറേ ഉണ്ടാക്കി, ആ സമയത്ത് ഉണ്ടാക്കി കറക്റ്റായിട്ട് ഇളക്കി എല്ലാം ചെയ്തിട്ട് ഈ ടിന്നകത്തിട്ട് ഒഴിച്ചു വെച്ചിരുന്നതാണ്, ഈ ക്യാനകത്ത് ഒഴിച്ചു വെച്ചിരുന്നതാണ്. ഇതെന്തായാലും തുറക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് തുറന്നു നോക്കിയാലോ ഫ്രണ്ട്സ്. ഇതൊരു ഓയിലിൻ്റെ ടിന്നാണ്, വേറെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ടിന്ന, എയർ ടൈറ്റ് ആയിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇതാണ് ഇതാണ് ക്യാനകത്ത് ഒഴിച്ചു വെച്ചിരുന്നത്. അങ്ങനെ തുറന്നു. ഇതാണ് നമ്മളെ വൈൻ, പൈനാപ്പിൾ ആട്ടോ. പൈനാപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതെന്തായി മാറും. നല്ല മണമുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അരിക്കാം. ഒരു അരിപ്പെടുത്ത് വെച്ചു. ഇതിനകത്ത് എന്തോ സംഭവമൊക്കെ ഉണ്ട്. അടിപൊളി. നമ്മൾ വെളിച്ചെണ്ണ വീഴുന്ന കണക്ക്. എന്താ കട്ടി കൂടിയതാണോ പഞ്ചസാര കൂടിയതാണോ അറിയാൻ വയ്യ. സ്പൂൺ വെച്ച് നടക്കാം. ഒരു വർഷത്തെ പഴക്കമുണ്ട് ഈ വൈനെ. അന്ന് പൈനാപ്പിളും എന്തൊക്കെ ചേർന്ന് ഓർമ്മയൊന്നുമില്ല. അന്ന് പൈനാപ്പിളാണ് മെയിൻ സാധനം. പിന്നെ അതിനകത്ത് കുറേ ഐറ്റമൊക്കെ ചേർത്ത്. ഇതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല. അന്ന് കടയിലൊക്കെ പോയി മേടിച്ച് പേരൊക്കെ ഓർത്ത് വെച്ച് മേടിച്ച സാധനമാണ്. അപ്പോൾ ഇതെന്തോ ഐറ്റം ഒന്നും അറിയാൻ വയ്യ. നമ്മൾ വൈന ഒന്ന് അരിച്ചെടുത്തിരിക്കുവാണ്. നമ്മളെ വൈൻ സൂപ്പർ വൈനാ. അടുത്ത നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിച്ചു നോക്കാം. അയ്യോ, ഇവിടെ മൊത്തമായി. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ വൈൻ. ആദ്യം തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ കുറേ പോയി. ഈ നാളെ കേക്ക് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ അല്ലാതെ ഇട്ടേക്കാം. പക്ഷെ കേക്ക് നമുക്ക് ഈ സമയത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നാളെ ആണ് ഇതെല്ലാവരും കാണാൻ പോകുന്നത്. നാളെ ഈ വീഡിയോ എടുത്തിട്ട് കേക്ക് എല്ലാം എടുത്ത് കാണിക്കാൻ നേരം മറ്റന്നാൾ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വൈൻ ഇതാണ്. വൈൻ സാധാരണ ആൾക്കാർ കുടിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ വൈൻ ആദ്യം ഗ്ലാസ്സിലോട്ട് ഒഴിക്കും. അത് ഞാൻ ആദ്യമേ കാണിക്കാൻ മറന്നുപോയി. ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കണം. ഗ്ലാസ്സിനകത്ത് മൊത്തം ആക്കിയതിന് ശേഷം ഒന്ന് മണത്ത് നോക്കണം. നല്ല മണമുണ്ട്. എന്നിട്ട് കുറച്ച് അല്പം മാത്രമേ കുടിക്കാവൂ. സംഭവം കൊള്ളാം. അന്ന് ഇച്ചിരി ആയുർവേദ സാധനങ്ങൾ ഇട്ടായിരുന്നു. അതിൻ്റെ ഞാൻ മുമ്പിലെ ദശമൂലാദി അരിഷ്ടം കഴിച്ചപ്പം അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. ആദ്യം നമ്മൾ വായിച്ച് കൊണ്ടു കഴിഞ്ഞാൽ വാ മൊത്തം അത് ഫുള്ളൊന്ന് ഓട്ടിക്കണം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. കൂടെ ഇവിടെ കുറേ പേര് നോക്കിപ്പോണ്ട്. പക്ഷെ അവരെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് എന്തോ അതിവ കൊള്ളാം. ഭാഗ്യം പിന്നെ കുടിക്കാം. ഭയങ്കര മധുരം. അന്നേരം നമുക്ക് വീഡിയോ കിടന്നല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പിന്നെ എൻ്റെ വൈനെക്കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും മറക്കരുത് കേട്ടോ. അന്നേരം വീഡിയോ കിടന്നാലോ. ഇവിടെ ആളില്ലേ?
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് അവിടെ